അല്ല, ഉണ്ണി വരുന്നില്ല. ആ പെൺസന്താനത്തിന്റെ കയ്യിൽ കൊടുത്താ മതി. പൊക്ക ഉണ്ണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നീ പോകുന്നത് നല്ലത്. പിന്നെ പോണത് എവിടേക്കാണെന്ന് അറിയില്ല. ഈ ഉണ്ണിനെല്ല കുഴപ്പമൊന്നും. ഈ ഉണ്ണിയുടെ പിണിയാളരും പൈതങ്ങളിൽ തീർക്കണം. അത് തന്നെ ഞാനും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാ. ആ മാതാവ് തന്നെ കുഴപ്പം. അത് കണ്ടുപിടിക്കാനേ ഞാനും എൻ്റെ കർമ്മയും വേറിയ പണി. കൂടെ പറഞ്ഞ പേര് ഇപ്പം മാതാവിൻ്റെ തീർപ്പുണ്ടാക്കി. എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ ചെയ്തു. അതെന്തെങ്കിലും കിട്ടുമെന്ന് അറിയാനാ. എങ്ങനെയുണ്ടെന്ന് അവര് മനസ്സിലായില്ല. അവര് മർമ്മം നോക്കി തല്ലിയിട്ട് അതിന് എന്തെങ്കിലും കേട് പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചിട്ട് വെക്കണേ. ഒക്കെ ഉണ്ടേ ഞാൻ അത് നടപടിയായി. ഇപ്പൊ അതിന്റെ പ്രവൃത്തി എവിടെ നിന്നാന്ന് ഞാൻ കണ്ടുപിടിച്ചപ്പോ അതിന് കെട്ടി. അപ്പോ ഉണ്ണിയുടെ തടസ്സങ്ങളൊക്കെ തോന്നി. ഇതിനും കൂടി ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഉണ്ണി വന്നില്ല പിണിയാളരെ പറയാം. ഒഴിവ് കിട്ടുന്ന സമയത്ത് വന്ന് പ്രവർത്തിക്കാൻ പറയാൻ. മതി. ഉണ്ണിക്ക് നാളെ അടുത്ത ദിനം പോകണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ കൊടുത്തയച്ചാൽ മതി. മനസ്സിലായോ? വേറെ ദേശം മാറ്റി പിടിക്കുന്നത് ഞാൻ എന്നോട് ചോദിച്ചതല്ല. എൻ്റെ ശരീരത്തിനൊക്കെ തിന്നുന്ന വസ്തുല്ലേ, അതവിടെ ശരിയാവുമെന്ന് ചോദിച്ചതല്ലേ. മനസ്സിലായില്ല. ചില ദേശത്ത് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ഉണ്ണി. മനസ്സിലായില്ല. മഞ്ഞുമഴമാരുള്ള ദിക്കിലിക്കണം. ഇതൊന്നും വേണ്ട. മനസ്സിലായി? അല്ല, ഞാൻ ഈ ഉന്നോട് എടുത്തെടുത്ത് ചോദിച്ചാൽ ഇന്ന ദേശത്തേക്ക് അങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ ഇത് കടലാസ് കൊണ്ട് കൊടുത്തപ്പോ അവരോട് പറഞ്ഞില്ലേ ഈ ഉണ്ണി എൻ്റെ ശരീരത്തിനകത്ത് ഇങ്ങനെ വസ്തു. അവർ കിട്ടാനുള്ള വലിയ കിട്ടി. അത് നോക്കാത്ത വല്ലതുണ്ടാ? ഞാൻ നടത്തി തരാം. അത് നോക്കാത്ത വല്ലതുണ്ടാ? അതായത് നിന്റെ ശരീരം പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത
വെള്ളം ഇല്ലണ്ടോ? അതായത് മെഡിക്കൽ നോക്കും, എല്ലാ രാജ്യത്തിലും മുമ്പ് നോക്കും. പക്ഷെ അസ്ഥിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കാത്ത അതായത് പൈസ ഒത്തിരി നോക്കാൻ അത് നോക്കണം. ആശുപത്രി അതന്നെ 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ കടലാസ് കൊണ്ടൊക്കെ തരപ്പെടുന്നു. 2 മാസം കഴിഞ്ഞിട്ട് ഈ വെള്ളി കൊടുത്ത് എത്ര നാൾ പിടിക്കുന്നു? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇപ്പൊ ഏതോ ഒരു കള്ളത്തരത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കള്ളത്തരത്തിന് എത്ര നാൾ പിടിക്കുന്നു? അപ്പൊ ഇപ്പൊ കൊടുക്കണ്ട, 2 മാസം അപ്പൊ നീ കൊടുത്തോ, നിന്നെ ഞാൻ കടത്തി വിടാം. നീ കൊടുത്തോ. നിന്റെ ദശാന്തി സംബന്ധമായിട്ടുള്ള ദോഷം കൊണ്ട് അതിൻ്റെ ഒരു കുഴപ്പമില്ല. നീ വേറൊരു കരുക്കുള്ള കുഴപ്പമില്ല. നിനക്ക് ആദ്യകാരമായിട്ട് ഒരു ഉള്ളിലും ഒരു കർമ്മം പ്രവർത്തിക്കില്ല. മനസ്സിലാവണ്ട. നിന്റെ മകം നീ അത് പോയി ഏതെങ്കിലും രാശിഫലക്കാരൻ്റെ അടുത്ത് പോയി നോക്ക്. നിന്റെ നക്ഷത്രം കൊണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് നോക്ക്. എന്നിട്ട് കഥ പറയാം. മതിയാ? അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ? നിന്റെ ജാതകം കുറിച്ചിട്ട് ഞാനല്ല, ഞാൻ ജാതകം കുറിക്കുന്ന ആളല്ല. ജാതകം കുറിച്ച ചൂലക്കാരനാ. എൻ്റെ അച്ഛൻ്റെ വരെ ജാതകം ഉണ്ടാക്കി വെച്ച മുതലങ്ങേരി. അപ്പോൾ എൻ്റെ അച്ഛൻ ചൂലക്കാരനും കൂടി കുറേ ചില കണക്കൂട്ടലുകളൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാ സമയമാകുമ്പോൾ തന്നെയാ കിട്ടും. 2 കറുത്ത ദിനത്തിനുള്ളിൽ ഞാൻ തരപ്പെടുത്തി തരാം. പിന്നെ ഇതിങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് മറച്ചു വെച്ച് നിനക്കത് നടത്തി തരാം. ഇതിൻ്റെ അപ്പുറത്ത് ഉണ്ണിയെ നീ എങ്ങനെ നിന്ന് പറഞ്ഞാലും നിന്റെ സമയം മാറാണ്ട് ഒന്നും നടപടിയാവില്ല. നീ ഏതെങ്കിലും രാശിഫലക്കാരൻ്റെ അടുത്ത് പോയി നോക്ക്, എൻ്റെ സമയം ഇന്നതാ എന്ന് ആ ഒരു ഇതുകൊണ്ട് മാറും. ഞാൻ എന്ന് പ്രവർത്തിക്കണം എന്ന് നീ ഒന്ന് പോയി നോക്ക്. എന്നിട്ട് നിശ്ചയം നടക്കണം. എന്നിട്ട് നീ എന്നെ കാണാം. നിന്റെ ദേശം എവിടെയാ? ഇപ്പൊ നീ തന്നെ പറഞ്ഞത് അവിടെ നല്ല പേര് കേട്ട രാശിഫലക്കാരൻ്റെ. നീ ഒന്ന് പോയി നോക്കിട്ടോ. ഇനി അതിന്റെ അപ്പുറത്ത് നിന്നോട് മറുപടി. ഞാൻ പറഞ്ഞതിന്റെ കാര്യം അറിയണല്ലോ. അതിന് ഏത് ഗ്രഹങ്ങളാ നിനക്ക് തടസ്സം നിൽക്കണമെന്ന് അറിയണം. ഞാൻ നിനക്ക് എന്നും സഹായമായിട്ട് നിന്നിട്ടുള്ളൂ. ഞാൻ നീ വന്നപ്പോ ചോദിച്ചു, ഞാൻ കണ്ടിട്ട് തന്നെ ചോദിച്ചാൽ നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ദണ്ടുണ്ടോ എന്നാ ചോദിച്ചേ. നിന്റെ ശരീരം അഴിച്ച് ഞാൻ കണ്ടില്ല. കണ്ട വന്നിരുന്നപ്പോൾ ആദ്യം വന്നപ്പോഴും ചോദിച്ചാൽ നിന്റെ ശരീരത്തിൽ ഏത് ഭാഗത്താ നിനക്ക് ദണ്ട് കിടക്കുന്നത്. ദണ്ട് വെച്ചാൽ എൻ്റെ വാക്കാ. നീ പറഞ്ഞ വാക്ക് എനിക്ക് പറയാൻ പാടില്ല. അപ്പൊ ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞ് കാര്യങ്ങൾ നടത്തി. നീ ഒന്ന് രാശിഫലക്കാരൻ്റെ അടുത്ത് പോയി നോക്കി. എൻ്റെ നക്ഷത്രം ഇന്നതാ, ഇത്ര വയസ്സായി, ഇന്ന സമയത്തെ ജനനം, അതുകൊണ്ട് ഇങ്ങനെ ദേശത്തേക്ക് പോവാനായിട്ട് ഇത് എനിക്കൊരു തടസ്സമാണ്. അപ്പൊ എന്ന് ഞാനതിന് ശ്രമിക്കണം എന്നും നീ അറിഞ്ഞിട്ട് എന്നിട്ട് നീ എൻ്റെ ഇല്ല മനക്കുറായി. അല്ല, അതിൻ്റെ എല്ലാം മുന്നേ അറിയണല്ലോ. മനസ്സിലായില്ല? അതിന് ഏതൊക്കെ ഗ്രഹങ്ങൾ തടസ്സം തുടങ്ങി ആ ഗ്രഹങ്ങൾക്ക് വേണ്ട കർമ്മം ചെയ്താൽ തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ണിക്ക് എളുപ്പമാവില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്റെ വാക്ക് തന്നെ കേൾക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല. നിന്റെ രാശിഫലക്കാരൻ്റെ അടുത്ത് പോയിട്ട് ആ രാശി നിരത്തി നിന്റെ നക്ഷത്രം നോക്കിയിട്ട് ഏതൊക്കെ ഗ്രഹങ്ങൾ നിനക്ക് പ്രതികൂലമായിട്ട് നിൽക്കണ്ടോ ആ ഗ്രഹങ്ങളെ അനുകൂലമാക്കാനുള്ള കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് അധികം വീട്ടിലെ കർമ്മമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അച്ഛൻ്റെ ആലയത്തോ അല്ലെങ്കിൽ ഉടപ്പുറത്തുള്ള ആലയത്തോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അത് കൊടുത്ത് തീർത്ത് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അത് നീ ഒന്ന് തീർത്തിട്ട് വരാൻ പറഞ്ഞാൽ പിന്നെ നീ ആ കഥ തന്നെ പറയട്ടെ. ഇനി വരുമ്പോഴേ ആ ഒരു കടലാസ് കൊണ്ട് കൊണ്ടുവരാൻ പറ. ഓക്കോ
ഇന്നൊന്ന് ചെയ്തു. ഇന്നെൻ്റെ പരിപാടി തീരുന്നു. ഇന്നൊന്ന് ചെയ്തു. എന്തെങ്കിലും മാറ്റി പോകണം. നല്ല സമയം എന്നൊന്ന് ചെയ്തു. അത് നിശ്ചയമായിട്ടില്ല. അതൊന്ന് എന്തോ വാക്കോ എനിക്ക് തെറ്റിപ്പിരിക്കുന്നു. ആ ഒന്ന് വെള്ളി തന്നെ അല്ല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വെള്ളാട്ട മണ്ഡപത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉണ്ണിയുടെ വെള്ളി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് തീർപ്പാക്കിക്കൊന്നു. അതൊന്ന് തീർപ്പാക്കണം. തീർപ്പാക്കണം. എന്താ പറയണത്? സ്വാമി ഞാൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ. പിന്നെന്താ വേണ്ടത്? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അന്നൊരു മനസ്സിലായില്ല. അതെടുത്തു തന്നില്ല. ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അങ്ങനെ പറഞ്ഞ അതാരെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞു എന്ന് ചോദിച്ചു. പിന്നെ എന്തെങ്കിലും വേണ്ടാത്ത വേണമെന്ന് അറിയാമോ? ഇല്ലില്ല. നക്ഷത്രം പറ. പേര് നക്ഷത്രം രോഹിണി. രോഹിണി എൻ്റെ നക്ഷത്രം രോഹിണിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിടി എൻ്റെ അരിച്ചിടങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മായക്കാരൻ നടത്തി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ മാറ്റി തന്നു കഴിഞ്ഞാൽ പൊടിമര ഷോട്ടിൽ ഒരു ദിനം ഒരു വ്യാഴാഴ്ച ഞാൻ കൊണ്ടുവന്നേക്കാം. ഒരു തിരുമുടിമാല ഒരു പാൽപ്പായസം കൊടുത്തേക്കണം. താരം മോളാണ് അത് രണ്ടുപേരും കാർത്തിക മധു കുഴപ്പമില്ല. കുഴപ്പമില്ല. മധുര നക്ഷത്രം പിന്നെ കാർത്തിക ഉത്രാടം. ഉത്രാടം മുന്നിലല്ലേ? രണ്ട് പിള്ളേരും പേര് നക്ഷത്രങ്ങൾ രണ്ടുപേരുടെ പേരിൽ 5 കർമ്മം പ്രവർത്തിച്ചിട്ട് ആ പുസ്തകത്താളില്ലേ? പുസ്തകത്താളില്ലേ? പാസ്പോർട്ടിൻ്റെ കോപ്പി ഇല്ലേ? അതൊന്ന് കൊടുത്തു. 6 അക്കല്ലേ? പുസ്തകത്താളിന് 6 അക്കല്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞു. മനസ്സിലായ പാസ്പോർട്ടിൻ്റെ നമ്പർ 6 അക്കല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് സന്ദേഹമില്ല, നിനക്ക് സന്ദേഹമുണ്ട. നീ എടുത്ത് നോക്കിയപ്പോൾ നിൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു അവസ്ഥാരൂപം കാണില്ല. നീ നോക്കിക്കോ.
എന്നാലും അതിന്റെ അവസ്ഥാരൂപം കണ്ടേ മനസ്സിലായില്ല. ഇല്ലേ അതൊന്നും എടുത്ത് നോക്കിക്കോ. ഞാൻ പറഞ്ഞ 6 അക്കം തന്നെയാണ്. അതിന് ഒരു 9 മഞ്ചും തോന്നി നോക്കണ്ടോ? ഇല്ല, ഒരക്കം 9, ഒരക്കം 5 തോന്നി നോക്കണ്ടോ? വാങ്ങിച്ചോളാം, സമയം നല്ലതല്ലേ. കാർത്തിക ഉത്തരവാദിത്രം, കാർത്തിക അവിടെ ഉണ്ട്, പിന്നെ രോഹിണി മകേരും ഉണ്ട് അവിടെ. സമയം നല്ലതാണ്. നക്ഷത്രം പറഞ്ഞു, സമയം നല്ലതല്ല. അത് നല്ലതാണ്, ഇപ്പൊ സമയം നല്ലതാണ്. അതുകൊണ്ട് വേണ്ട നിന്റെ ശരീരം നിന്റെ അതിനാണെങ്കിൽ നീ ചെയ്യാറ് പൈസ കിട്ടാറുണ്ടോ? അതിനെ പറഞ്ഞു. നിന്റെ ശരീരം വെള്ളി മാത്രമേ വേണ്ടോന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നീ അവസാനിപ്പിച്ചു ആ ഉണ്ണായിട്ടുള്ള സകലവിധ കൂട്ടിലേക്ക്. പിന്നെ നിനക്കത് ദോഷം. ഇപ്പൊ സമയം നല്ലതാണ്, ഇപ്പൊ സമയം നല്ലതാണ്. ആ ഇപ്പൊ സമയം നല്ലതാണ്. ആ ഉണ്ണിയുടെ നീ വിളിച്ചാൽ വരും. ശനി ഉണ്ടായിരുന്നു ഉണ്ണി. ആ ഉണ്ണിനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഉണ്ണിനെ ആരൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചതാ. അതിന് ഈ ഉണ്ണിക്ക് പങ്കില്ല. ഇപ്പൊ നിന്റെ പിന്നാലെ നടക്കുന്ന ഉണ്ണിക്ക് പങ്കില്ല. അല്ലാതെ അറിയാൻ ചോദിച്ചില്ല. അല്ല ഇപ്പൊ ശനി മാറി ഉണ്ണിക്ക്, മനസ്സിലായി. ഇപ്പൊ സമയം നല്ലതാ. വ്യാഴം 11 നല്ല സമയമെന്ന് പറഞ്ഞു. അപ്പൊ നീ കൂട്ടിച്ചേർത്താൽ നിനക്ക് നല്ലത്. അതുപോലെ തന്നെ ആ ഉണ്ണിയാണ്. ഇത് 7 വെളിപ്പാടകലെ നിർത്തുക. ഞാനതല്ല പറഞ്ഞു, 7 വെളിപ്പാടകലെ നിർത്തുക. അല്ലെങ്കിൽ നീ വില്ലും വേറെ ചെയ്ത വല്ലിക്കൂലി മുഴുവനും അങ്ങോട്ട് കൊടുക്കാൻ നിശ്ചയാണെങ്കിൽ ഇറങ്ങി തിരിച്ചു. ഞാനെന്താ പറഞ്ഞു, നിന്റെ കയ്യിലെ വെള്ളി നിന്റെ ശരീരത്തിനോടുള്ള മടുപ്പും തോന്നുമ്പോൾ അടുത്ത് ഇല്ലത്ത് കയറി. അങ്ങനെയാണെങ്കിൽ തയ്യാറായി. ഇവിടെ എല്ലാം ഞാൻ തുറന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. അതിന് തയ്യാറാണോ? കൂട്ടുകൂടിക്കുക. ഇല്ലെങ്കിൽ നീ അതിൻ്റെ കുറ്റം തന്നെയല്ല. ശനി അത്രയും മൂർധന്യ അവസ്ഥയിലായിരുന്നു, മനസ്സിലായ. അപ്പം നാടും വീടും കൂടെ നിന്നവരൊക്കെ വെറുക്കണം. ആ ഉണ്ണി നിര്യാണം വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താ മനസ്സിലായ. അപ്പോൾ അതാ സമയദോഷത്തിൻ്റെയും സമയം അത്രയും മോശം. അതുകൊണ്ട് പ്രവർത്തിക്കാം. മനസ്സിലായില്ലേ? അതിൽ ഈ വക ചില ഉണ്ണികൾക്ക് അതിലൊരു പങ്കുണ്ട്. എന്നെ മോശമായിട്ട് പറഞ്ഞു കൊടുത്താ, മനസ്സിലായ. അപ്പൊ ശനി മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതൊക്കെ കേട്ടു. അപ്പൊ സമയം മാറി. ഇനി നീ നിശ്ചയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നീ നിശ്ചയിച്ചോളാൻ പറഞ്ഞു. ഇത് 7 വെളിപ്പാടകലെ നിർത്തിക്കോളാൻ പറഞ്ഞപ്പോൾ പിന്നെ നിനക്ക് മനസ്സിലായിക്കൂടെ? ഒരു സമയത്ത് ഇവരത് നിന്നോട് ചോദിച്ചാൽ നിനക്ക് പറയാൻ ഉത്തരമില്ല. എന്താ മനസ്സിലായില്ലേ? ആ ഉണ്ണി നിന്നോട് ചോദിച്ചാൽ പറയാൻ ഉത്തരണ്ടാ. നിന്റെ ശരീരസുഖത്തിനും നിന്റെ വെള്ളിക്കും വേണ്ടിയിട്ട് നീ ഒരു ഉണ്ണിനെ കൂട്ടുകൂട്ടിയതല്ലേ എന്ന് ചോദിച്ചാൽ നിനക്ക് ഉത്തരമില്ല. തലകുനിച്ച് നിൽക്കേണ്ടി വരും. നീ എത്ര വെള്ളി ഉണ്ടായിട്ടും കാര്യമില്ല. അതുപോലെ തന്നെ ആ ഉണ്ണി സന്താനത്തിന് ഒരു കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു മംഗല്യകാരൻ വരുമ്പോഴോ എന്താ ചെയ്യുക? ഈ ചോദ്യം അവിടെ വരും. അപ്പോൾ അതൊക്കെ നീ ഞാൻ തീർത്തി തരാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ണി ശനി നിന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, വെള്ളി ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ വെള്ളി അങ്ങേരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ വെള്ളികളൊക്കെ തിരിച്ച് അങ്ങേരെ ചോദിക്കുന്നതിന് മുമ്പ് കൊണ്ടുകൊടുക്കും. അത്രയും നല്ല സമയമാണ്. നീ ഇപ്പോൾ പോകും. എന്ത് കാര്യം? അതിലൊരു 5 വെള്ളി ഇരിക്കുന്നു. ഇവിടെ കുറച്ച് കാര്യം ചെയ്യാൻ
അല്ല മനസ്സിലായില്ലേ, നീ 20 ലക്ഷം വെള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അവർ 5 ലക്ഷം വെള്ളി തന്നെ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആ തിരിച്ച് നിനക്ക് കിട്ടിയിട്ട് പാടില്ല. കിട്ടില്ല. ഉത്രാടം നക്ഷത്രം. അവിടെ കയറുന്നു ഇന്ന് തൊട്ട് ബന്ധം തീർത്തെന്ന് പറഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ പഠിപ്പിച്ചിട്ട് വരണ്ട, അവസാനിപ്പിച്ചു. ഇല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ എൻ്റെ ഇല്ലത്തേക്ക് വരണ്ട, നിന്റെ ഒരു വെള്ളി എനിക്ക് വേണ്ട. സമ്മതാണെന്ന് പറഞ്ഞു. ആ ദീപം തൊട്ട് പറഞ്ഞു സത്യം, എൻ്റെ ആയുധം നിനക്ക് തരാൻ പറ്റില്ല. ദീപം തൊട്ട് പറഞ്ഞു. ഇനി ഈ പറഞ്ഞ ഉണ്ണിയായിട്ട് ഒരു ബന്ധങ്ങളില്ല. അത് ഞാൻ നോക്കിക്കോളാം. നീ വെള്ളി ചോദിച്ചോ, എനിക്ക് ലാഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അറിയാം ആ ഉണ്ണിയുടെ തനി നിറം. ചിത്ര കയ്യിലുണ്ടാവും. അതൊന്ന് തരപ്പെടുത്തി കൊണ്ടുപോകാം. എത്ര തന്നെ ഇവിടെ വന്നിട്ട് പന്ത്രണ്ടാം തീയതി വന്നു. ആ ഉണ്ണിയായിട്ട് ആ ഉണ്ണി ഉണ്ടാവും കൂടെ. ആ ഉണ്ണി ഉണ്ടായി എപ്പോഴത്തേക്കും കൂടെ ഇത്രയും ദിനത്തിനുള്ളൂ. ആ നീ പറഞ്ഞ സ്ഥലത്ത് ആ ഉണ്ണി വന്നു എന്നറിയാൻ മാത്രമാണ് വേണ്ടിയിരിക്കുന്നു. വെള്ളി കൊടുത്തില്ലേ? ആ ആ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ചോദ്യം. അതായിക്കോട്ടെ. ഞാൻ ഇന്നൊരു 5 വെള്ളി ഇരിക്കുന്നു. എൻ്റെ 15 വെള്ളി ഞാൻ വാങ്ങിച്ചത്. നീ 20 തരൂ. 20 ലക്ഷം 5 ലക്ഷം ആ ഉണ്ണിയുടെ ചിത്രം കൊടുത്തു. എന്നെ അങ്ങോട്ട് ഈ ദേശം വിട്ട് കിടത്തിക്കില്ലെന്നല്ല പറഞ്ഞു. ആ ഉണ്ണിനെ ദേശം വിട്ട് കിടത്തണോ ഇത് തൊട്ട് സത്യം പറഞ്ഞില്ലേ. ഇനി നീ എൻ്റെ വാക്ക് തെറ്റിച്ച് ആ ഉണ്ണിനെ കാണലോ കൂടെ പോലോ കൂടെ സൈക്കിളോ വരെ ഉണ്ടായോ ഉണ്ണിയെ നിന്നെ ഞാൻ തട്ടിടും. ഇതാ അപ്പൊ നീ പറഞ്ഞ വാഹനോ ഭവനൊന്നും അവിടെ നിനക്ക് വാങ്ങാൻ പറ്റില്ല. ഇതാ